ദൈവമക്കളെ, നമ്മുടെ മേലുള്ള ബന്ധനങ്ങളും കെട്ടുകളുമെല്ലാം അഴിച്ചു കളയാൻ ഈ വചനത്തിന് ശക്തി ഉണ്ട്. വിശ്വസിച്ച് പറ ഹല്ലേലൂയ. നമ്മളിത് പറയുമ്പോൾ തന്നെ ആമേൻ. അതുകൊണ്ട് നമ്മൾ ആ പാട്ട് ആദ്യമേ പാടിയത് ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ ഏമത്ത് എന്ന് പറഞ്ഞാൽ ദൈവമേ ഞാനിത് ഏറ്റെടുക്കുന്നു. ഇതങ്ങോട്ട് വിശ്വസിച്ചാലുണ്ടല്ലോ ഈ വാഗ്ദാനങ്ങളൊക്കെ നമ്മുടെ സ്വന്തമാകും. നമ്മുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും. ഇത് വിശ്വസിച്ചേറ്റെടുക്കാം. വെറുതെ കേൾവിക്കാരായി പോകരുത്, ഇത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഇങ്ങനെ ശുശ്രൂഷ കൂടെ തുടങ്ങാൻ നേരത്ത് നോക്കിയപ്പോൾ ഭയങ്കര മഴ പെയ്തുകൊണ്ട് ഈ വചനം അയച്ച് ഈ മഴയെ ഒന്ന് പിടിച്ചു നിർത്തണമല്ലോ. ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതല്ലോ, ആരാധനയ്ക്ക് മുടക്കമുണ്ടാവില്ലല്ലോ. ഈശോയെ വെളിപാട് 11-6 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ ആകാശമടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഹല്ലേലൂയ. നേരിട്ട് പറയാമോ? തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ ആകാശമടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഈ വചനം അയക്കുമ്പോ ഉണ്ടല്ലോ ഇതൊക്കെ എങ്ങോട്ടും നിൽക്കും. നിങ്ങൾ കല്യാണമൊക്കെ നടക്കാൻ, നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ നടക്കാൻ അങ്ങോട്ട് ഒരുങ്ങി ഇറങ്ങുമ്പോൾ പെരുമഴ ഇങ്ങനെ. ഈ വചനം അങ്ങോട്ട് അയക്കണം പ്രിയപ്പെട്ടവരെ. ഈ വചനം നമ്മളൊരു അനുഗ്രഹമാകാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിട്ടുള്ളതാണ്. മഴയില്ലാത്തപ്പോൾ വരേണ്ട അവസ്ഥയിൽ വചനം വെച്ച് പ്രാർത്ഥിച്ച് മഴ പെയ്യിക്കാനുള്ള വചനമുണ്ട്. ഈ ഭൂമിയിൽ നാം ഏറ്റവും സുരക്ഷിതരായും സമൃദ്ധരായും ജീവിക്കാനുള്ള എല്ലാ വാഗ്ദാനങ്ങളും അടങ്ങിയ പുസ്തകമാണ് ഈ